യുഎസ്എയുടെ ഔദ്യോഗിക തലസ്ഥാന നഗരത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കോൺഫറൻസ് ഹാളിൽ വൈകുന്നേരം കൃത്യം 7 മണിക്ക് ആരംഭിച്ച അടിയന്തര പോലീസ് കോൺഫറൻസ് അവസാനിക്കുന്നത് രാത്രി 11:30 നിർണായകരമായ 4.5 മണിക്കൂർ നീണ്ട വിദഗ്ധ ചർച്ചയിൽ ഉന്നത പോലീസ് അധികാരികളും വകുപ്പ് മേധാവികളും അത്യന്തം ജാഗ്രതയോടെ സജീവമായി പങ്കെടുത്തു. ഇത്തരമൊരു അടിയന്തര മീറ്റിംഗിന് കളമൊരുക്കിയത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നഗരത്തിൽ അരങ്ങേറിയ വളരെ വിചിത്രവും അമ്പരപ്പിക്കുന്നതും മനുഷ്യ മനസാക്ഷിയെ തകർക്കുന്നതുമായ 4 സംഭവ പരമ്പരകളാണ്. 1. റോസ് വ്യൂ ആർക്കേഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭീകര മനുഷ്യനെ കണ്ട് ഭയന്ന് ഹൃദയസ്തംഭനം സംഭവിച്ച് മസ്ത ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ 6 പേർ. 2. മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെ സുന്ദരിയായ മകൾ സാനിയ എന്ന 17-കാരിയുടെ തിരോധാനം. 3. മസ്ത ഹോസ്പിറ്റൽ മോർച്ചറിയിൽ 6 ജഡങ്ങൾ വികൃതമായി പൊട്ടിയൊലിക്കുകയും അപകടകാരികളായ പുഴുക്കളെ വിസർജിക്കുകയും അവയിൽ നിന്ന് ഒരെണ്ണത്തിന്റെ ദംശനമേറ്റ് ഡോക്ടർ രത്തൻ മരിക്കാനിടയാക്കിയ സംഭവം. 4. 3 സംഭവങ്ങളും വളരെ കൃത്യതയോടെ പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസ് പത്രാധിപർ മോപാസംഗ് പെരേരയുടെ ഇന്ന് നടന്ന ദാരുണമായ കൊലപാതകം. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഭിമാനമായ തലസ്ഥാന നഗരത്തിലാണ് മണിക്കൂറുകൾ വെച്ച് ഈ 4 സംഭവങ്ങളും ഒന്നിനു പിറകെ ഒന്നായി നടന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലും ഞെട്ടൽ കൊള്ളിച്ചു ഈ സംഭവങ്ങളൊക്കെയും. 2 ദിവസങ്ങൾക്കുള്ളിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ചവരുടെ 8 ജീവനുകളാണ് പൊലിഞ്ഞത്. വീട്ടിലെ ഫംഗ്ഷനിടെ കാണാതായ മെഡിക്കൽ എൻട്രൻസ് റാങ്ക് ജേതാവ് സാനിയയുടെ തിരോധാനത്തെക്കുറിച്ച് ഒരു ക്ലൂ പോലും കണ്ടെത്താനായില്ല പോലീസിന് 48 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും. മത്സരബുദ്ധിയോടെ മാധ്യമങ്ങൾ വാർത്തകളിലൂടെ പോലീസിനെ കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ മസ്ത ഹോസ്പിറ്റലിൽ ഹൃദയസ്തംഭനം മൂലം അഡ്മിറ്റ് ചെയ്യപ്പെട്ട 6 പേരുടെ മരണവും തുടർന്നുണ്ടായ സംഭവങ്ങൾക്കും സാനിയയുടെ തിരോധനവുമായി ഏതു വിധത്തിലെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അപഗ്രഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് നടന്ന ടൈംസ് പത്രാധിപരുടെ കൊലപാതകം. ആരാണ് ഈ അരുംകൊലകൾക്ക് പിന്നിൽ? പരസ്പരം ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ സംഭവ പരമ്പരകളുടെ ആസൂത്രകൻ ഒരാളാണോ, അതോ ഒരു പ്രത്യേക സംഘമോ? അവർ രാജ്യത്തുള്ളവർ തന്നെയാണോ? തീവ്രവാദ വിഭാഗത്തിൽപ്പെടുന്നവരോ? ഇന്ന് സന്ധ്യയ്ക്ക് പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ സജീവ ജാഗ്രതയിൽ വാഷിംഗ്ടൺ വൈദ്യുത ശ്മശാനത്തിൽ വെച്ച് നടന്ന പത്രാധിപർ മോപാസാങ് പെരേരയുടെ സംസ്കാര ചടങ്ങിനിടയിൽ ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം എന്ന പേരിൽ ഒരു വിചിത്ര റീത്ത് സമ്മാനിച്ചത് ആര്? എങ്കിൽ ആരാണ് ഡേഞ്ചർ ഡെന്നി? പോലീസ് ഉദ്യോഗസ്ഥർ കോൺഫറൻസ് ഹാളിൽ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഠിന പ്രയത്നം തന്നെ നടത്തി. ലഭിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകൾ വീണ്ടും വീണ്ടും നൂലിഴ കീറി പരിശോധന നടത്തി. പത്രാധിപരുടെ ശവസംസ്കാര ചടങ്ങിൽ അജ്ഞാതനെത്തിച്ച വിചിത്ര റീത്തിൽ നിന്ന് തീ പടരും മുമ്പേ ദൂരേക്ക് തെറിച്ചുപോയ ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം എന്ന കടലാസ് തുണ്ട് കമ്മീഷണർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിലെ വാചകം എ പോസിറ്റീവ്. രക്തഗ്രൂപ്പിൽ പെട്ട രക്തം ഉപയോഗിച്ച് ചുരുട്ടിയ കടലാസ് കൊണ്ട് മുക്കി എഴുതിയതാണെന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥിരീകരിച്ചു. ഒടുവിൽ കമ്മീഷണർ ഗുപ്ത അടക്കമുള്ള പോലീസ് ഓഫീസർമാർക്ക് ഒരു കാര്യം വ്യക്തമായി ഊഹിക്കുവാൻ സാധിച്ചു. ശാന്തപൂർണമായിരുന്ന തലസ്ഥാന നഗരിയിലെ റോസ് വ്യൂ ആർക്കേഡിന് മുന്നിൽ ഭീകര മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം. 2 സ്ത്രീകളും 4 പുരുഷന്മാരും ഉൾപ്പെടെയുള്ള 6 പേർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് മസ്ത ഹോസ്പിറ്റൽ ഐസിയുയിൽ വെച്ച്. തുടർന്ന് മോർച്ചയിൽ സൂക്ഷിക്കപ്പെട്ട അവരുടെ മൃതദേഹങ്ങൾ പൊട്ടിയൊലിച്ച് പുഴുക്കൾ പ്രത്യക്ഷപ്പെടുകയും അവയിൽ ഒന്നിന്റെ ദംശനമേറ്റ് ഡോക്ടർ രത്തൻ സെക്കൻഡുകൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു. ഈ നേരത്താണ് മസ്ത ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡിസൂസയുടെ 17-കാരിയായ മകളെ കാണാതാവുന്നതും. തൊട്ടു പിന്നാലെ തലസ്ഥാന നഗരത്തെ നടുക്കിയ ഈ സംഭവ പരമ്പരകൾ ഒട്ടാകെ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച ന്യൂയോർക്ക് ടൈംസ് പത്രാധിപർ മോപാസാങ് പെരേരയുടെ കൊലപാതകം.
ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു പോലീസിന്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നീണ്ടുകിടക്കുന്ന ക്രൂരകൃത്യങ്ങൾ. ആ തരത്തിൽ പൂർണ്ണമായി തിരിച്ചും മറിച്ചും വിശദമായ പഠനം നടത്തിയപ്പോൾ ഏവരുടെയും വിരലുകൾ ചൂണ്ടപ്പെട്ടത് ഡേഞ്ചർ ഡെന്നി എന്ന ഏതോ അജ്ഞാതന്റെ നേർക്ക്. ആരാണ് ഡേഞ്ചർ ഡെന്നി? എന്താണ് ആ ആളിന്റെ ലക്ഷ്യം? ഈ സംഭവ പരമ്പരകളുടെയൊക്കെ പിന്നിൽ അയാൾ എങ്ങനെ പ്രവർത്തിച്ചു? ഇനി അയാൾ തന്നെ ഒരു രഹസ്യ ആസൂത്രണത്തിലൂടെ ആണോ ആറുപേരെ ഭയപ്പെടുത്തി കൊന്നത്? എങ്കിൽ ആറുപേരുടെയും ഹൃദയം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള എന്ത് ഭീകര പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്? കമ്മീഷണറുടെയും DGPയുടെയും ഒക്കെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ ബാക്കിയായി. ഒടുവിൽ ജയപ്രകാശ് ഗുപ്തയെയും IG ഹെൻറി ജോൺസണെയും ഈ അസാധാരണ കേസുകളിലെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല ഏൽപ്പിക്കുവാൻ വകുപ്പ് മേധാവികൾ ഏകകണ്ഠമായി തീരുമാനമെടുത്ത് പിരിഞ്ഞു. പോലീസ് സീൽ വെച്ച പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം എന്ന രക്തം കൊണ്ട് എഴുതിയ കടലാസ് കൊണ്ട് അടങ്ങിയ ഏക തെളിവ് വസ്തുവായി. കോൺഫറൻസ് ഹാളിൽ നിന്ന് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്ത പുറത്തിറങ്ങിയപ്പോൾ വാച്ചിൽ സമയം കൃത്യം 11:45. ഇത്രയേറെ ആയിട്ടും തന്നെ കാണാഞ്ഞ് ഫ്ളാറ്റിൽ ഉത്കണ്ഠയോടെ തന്റെ പ്രിയ പത്നി വസുന്ധര ഗുപ്ത ഉറക്കമിളിച്ചിരിപ്പുണ്ടാവും ഇപ്പോഴും. പോക്കറ്റിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഓൺ ചെയ്യുന്നതിനിടെ കമ്മീഷണർ ഓർത്തു. വൈകിയില്ല. ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിൽ ജേർണലിസ്റ്റ് നീരജ തമ്പിയുടെ നമ്പർ. ആ നീരജ, കമ്മീഷണർ ജയപ്രകാശ് ആണ്. കമ്മീഷണർ സൗഹൃദം പ്രകടിപ്പിച്ചു. സാർ, കോൺഫറൻസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയായിരുന്നു നീരജ. സാറ് കോൺഫറൻസിൽ? നീരജ പാതിയിൽ ചോദ്യം നിർത്തി. നാളെ തുടങ്ങുന്നു നീരജ ഇൻവെസ്റ്റിഗേഷൻ. റോസ് വ്യൂ ആർക്കേഡിന് മുന്നിലുണ്ടായ ആദ്യ സംഭവത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം. IG ഹെൻറി സാറിനും എനിക്കുമാണ് അന്വേഷണ ചുമതല. സാർ, ചർച്ചയിൽ ഡേഞ്ചർ ഡെന്നി എന്ന് എഴുതിയ ആ പേപ്പർ തുണ്ടിനെ പറ്റി എന്തെങ്കിലും സംസാരം നടന്നിരുന്നോ? യെസ് നീരജ, കമ്മീഷണർ ഗൗരവം കൊണ്ടു. ആ റീത്തിനെ കുറിച്ചും ഡേഞ്ചർ ഡെന്നി എന്ന് എഴുതപ്പെട്ട കടലാസ് തുണ്ടിനെ കുറിച്ചുമായിരുന്നു എല്ലാവരും ആശങ്ക പ്രകടിപ്പിച്ചത്. ഇതിന്റെയൊക്കെ പിന്നിൽ അങ്ങനെ പേരുള്ള ആരെങ്കിലും ആണോ എന്ന് പോലും പോലീസ് ഓഫീസേഴ്സ് ഒന്നടങ്കം സംശയിക്കുന്നു. എങ്കിൽ ആരായിരിക്കാം സർ ഈ ഡേഞ്ചർ ഡെന്നി? എന്തിനാണ് ഇത്രയധികം മർഡറുകൾ നടത്തുന്നത്? അതാണല്ലോ കണ്ടെത്തേണ്ട വിഷയം. ചിലപ്പോ കൊലയാളികൾ മനഃപൂർവ്വം കേസിന്റെ വഴിതെറ്റിക്കുവാൻ ചെയ്യുന്ന ഒരു തന്ത്രമാകില്ലേ ഡേഞ്ചർ ഡെന്നി എന്ന സംഭവം. അത് ശരിയാകാം എന്നർത്ഥത്തിൽ മറുതലക്കിൽ നീരജ വളരെ പതുക്കെ മൂളി. എന്തായാലും ടൈം ഉണ്ടെങ്കിൽ നാളെ താൻ കൂടി വാ. ഞങ്ങൾ കൃത്യം മോർണിംഗ് 9:30 റോസ് വ്യൂ ആർക്കേഡിൽ ഉണ്ടാകും. താങ്ക് യു സർ. തീർച്ചയായും ഞാൻ വരാം. ശരി. ഗുഡ് നൈറ്റ് നീരജ. ഗുഡ് നൈറ്റ് സർ. ജയപ്രകാശ് ഗുപ്ത ലൈൻ കട്ട് ചെയ്ത് തന്റെ ജിപ്സിക്ക് അടുത്തേക്ക് നടന്നു. കോൺഫറൻസ് വൈകിയെ അവസാനിക്കുമെന്ന് മുമ്പേ അറിയാമായിരുന്നതുകൊണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറെ നേരത്തെ തന്നെ ഓഫീസിലേക്ക് മടക്കി അയച്ചിരുന്നു. ജിപ്സി സ്റ്റാർട്ട് ചെയ്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വളപ്പുവിടുമ്പോൾ ജയപ്രകാശ് ഗുപ്ത ജേർണലിസ്റ്റ് നീരജ തമ്പിയെ പറ്റി ചിന്തിച്ചു. ന്യൂയോർക്ക് ടൈംസിന്റെ അഭിമാനം തന്നെയാണ് നീരജ തമ്പി എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. കാര്യങ്ങൾ ഗ്രഹിക്കാനും ഞൊടിയിടയിൽ തീരുമാനമെടുക്കുവാനും അവൾക്ക് വളരെ ഈസിയായി കഴിയുന്നു. പത്രാധിപർ മൊപ്പാസാങ് പെരേരയുടെ ശവദാഹ ചടങ്ങിലെത്തിയ അജ്ഞാതന് പിന്നാലെ പാഞ്ഞ തനിക്കൊപ്പം പറക്കുന്ന വേഗത്തിൽ വന്നു അവളും. അതാണ് അംഗീകരിക്കേണ്ട കഴിവ്. എന്തിനേയും അഭിമുഖീകരിക്കുവാനുള്ള ആത്മധൈര്യം. അയാളെ തിങ്ങിക്കൂടിയ വൻ ആൾക്കൂട്ടത്തിനിടയിൽ ഒരിടത്തു നിന്നും കണ്ടെത്താനായില്ലെങ്കിലും നീരജയുടെ ആ ധൈര്യത്തെ കമ്മീഷണർ അവിടെ വെച്ച് തന്നെ അഭിനന്ദിച്ചു. പിന്നീടാണ് താനും നീരജയും ചേർന്ന് കത്തിക്കരിഞ്ഞ റീത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് അപ്പുറത്തു നിന്നും റീത്തിന്റെ മുകളിൽ പതിച്ചിരുന്ന ഡേഞ്ചർ ഡെന്നിയുടെ സ്നേഹോപഹാരം എന്ന് എഴുതിയ കടലാസ് തുണ്ട് കണ്ടെത്തുന്നത്. എന്തായാലും ആ കണ്ടെത്തലാണ് കേസ് അന്വേഷണത്തിന് ആകെയുള്ള ഒരു പ്രധാന തുമ്പ്. കമ്മീഷണർ ഡ്രൈവിംഗിനിടയിൽ ഓർത്തു. പ്രധാന നഗരം വിട്ടതും പതിവിന് വിരുദ്ധമായി വീതി വല്ലാതെ വിജനമായി കാണപ്പെട്ടു. ഇനിയും 8 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാലേ എമിലിയൻ സിറ്റിയിലുള്ള തന്റെ ഫ്ളാറ്റിലെത്താൻ കഴിയൂ. 6-7 മാസങ്ങൾക്ക് മുമ്പ് വരെ കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിലായിരുന്നു ജയപ്രകാശ് ഗുപ്തയും കുടുംബവും. ഈയിടെയാണ് എമിനിയിൽ ഒരു ഫ്ളാറ്റ് വിലയ്ക്ക് വാങ്ങി അങ്ങോട്ട് താമസമാക്കിയത്. മങ്ങിയ സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് താഴെയുള്ള നേർത്ത ഇരുട്ടിനെ തുളച്ച് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ ജിപ്സി മൂളലോടെ പാഞ്ഞു.
എമിലിയൻ സിറ്റിയിൽ എത്താൻ ഏതാണ്ട് 1 കിലോമീറ്റർ ബാക്കി നിൽക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മഴ പെയ്യാൻ തുടങ്ങി. ഒപ്പം വല്ലാത്ത ഇടിയും മിന്നലും. കമ്മീഷണർ വണ്ടി സ്ലോവിലാക്കിയിട്ട് ഇരുവശങ്ങളിലെയും വിൻഡോ ഗ്ലാസുകൾ ഉയർത്തിവെച്ചു. പിന്നെ എത്രയും വേഗം ഫ്ളാറ്റിലെത്താനുള്ള തിടുക്കത്തോടെ ആക്സിലേറ്റർ താഴ്ത്തി. പക്ഷേ മഴയുടെ ശക്തി വല്ലാതെ വർദ്ധിച്ചപ്പോൾ വാഹനത്തിന്റെ സ്പീഡ് വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കേണ്ടി വന്നു. ആകാശത്ത് നിന്ന് പുറപ്പെടുന്ന ശക്തമായ ഇടിമുഴക്കവും മിന്നലും തുള്ളിക്കൊരു കുടം എന്ന പോലെ തകർത്ത് പെയ്യുന്ന കനത്ത പേമാരിയും വൈപ്പർ പ്രവർത്തിപ്പിച്ചിട്ടും ഹെഡ്ലൈറ്റുകൾ നല്ല പവറിൽ കത്തിച്ചിട്ടും കമ്മീഷണർക്ക് റോഡ് വ്യക്തമായി കാണാൻ കഴിയാതെയായി. നേർത്ത തോതിൽ മഞ്ഞുകാറ്റ് വീശി തുടങ്ങിയിരുന്നു. വണ്ടി എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് മഴ കുറയുന്നതുവരെ ഒതുക്കാമെന്ന് വെച്ചാ ഇനി 1 കിലോമീറ്റർ ദൂരം തീർത്തും വിജനമാണ്. പരിസരത്തെങ്ങും ആൾവാസമോ കെട്ടിടങ്ങളോ ഇല്ല. റോഡിന് ഇരുവശത്തും പുല്ല് നിറഞ്ഞ ചതുപ്പ് നിലങ്ങളാണ്. ഡേഞ്ചർ ഡെന്നിയും ഓരോ പ്രശ്നങ്ങളും. ഷിറ്റ്! ഗ്ലാസിനപ്പുറത്ത് റോഡ് വല്ലാതെ അവ്യക്തമായി തുടങ്ങിയപ്പോൾ കമ്മീഷണർ ദേഷ്യത്തിൽ പെറുപെറുത്തു. എന്നിട്ട് ശ്രദ്ധാപൂർവം വാച്ചിൽ നോക്കി. അർദ്ധരാത്രി 12 മണി. കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയ്ക്ക് പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ പോലെ അനുഭവപ്പെട്ടു. മുമ്പെങ്ങുമില്ലാത്ത ഒരു ഭീതി വലയം ചെയ്തതുപോലെ. ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരാപത്ത് വരുന്നു എന്നൊരു ശക്തമായ തോന്നൽ. ഈ സെക്കൻഡിലായിരുന്നു അത്. പിന്നിൽ നിന്ന് നീണ്ടുവന്ന 2 അസാമാന്യ നീളമുള്ള കൈകൾ പിന്നിൽ നിന്ന് കണ്ടത്തിൽ പിടുത്തമിട്ടു. ഏ? കമ്മീഷണർ ബ്രേക്കിൽ കാലമർത്തിയതും പിന്നോട്ട് സംഭ്രമത്തോടെ വെട്ടിത്തിരിഞ്ഞതും പെട്ടെന്നായിരുന്നു. ശ്വാസം നിലച്ചുപോയി. ജയപ്രകാശ് ഗുപ്തയുടെ ജിപ്സിയുടെ പിൻസീറ്റിൽ പൈശാചിക രൂപഭാവങ്ങളോടെ ഒരു ഭീമാകാര മനുഷ്യൻ. കഷണ്ടിത്തല, തിരുനെറ്റിയിൽ നിന്ന് മൂക്കിൻ തുമ്പ് വരെ നീളുന്ന വെട്ടിപ്പിളപ്പിച്ചിട്ട് കൂട്ടിയോജിപ്പിച്ചതുപോലെയുള്ള അറപ്പുളവാക്കുന്ന വടുവിൽ നിന്നും വല്ലാത്തൊരു ഇരമ്പലോടെ പറന്നു പൊങ്ങുന്ന വികൃതമായ ഈച്ചക്കൂട്ടം. കറുപ്പും ചുവപ്പും കലർന്ന് ഭീകരതയുളവാക്കുന്ന കണ്ണുകളിൽ കടുത്ത ക്രൗര്യത്തിന്റെ മിന്നൽ. പുരികക്കൊടികൾ ചുവന്ന തേരട്ടയുടെ എണ്ണമറ്റ കാലുകൾ പോലെ ഇളകുന്നു. തടിച്ചമർന്ന ചുണ്ടുകൾക്കിടയിൽ മുന്നോട്ട് ഉന്തി പൊന്തിയുയർന്നു നിൽക്കുന്ന ഊർത്ത പല്ലുകൾ. കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ അടിവയറ്റിൽ നിന്നുയർന്ന ഒരു ഞെട്ടൽ ശിരസിലേക്ക് പാഞ്ഞു കയറി. ഗുപ്തയുടെ വലങ്കൈ അറിയാതെ സ്റ്റിയറിംഗിൽ നിന്ന് വിട്ട് തന്റെ അരക്കെട്ടിലെ തുകലുറയിലുള്ള പിസ്റ്റൾ എടുക്കുന്നതിനായി ചലിച്ചു. ഹു ആർ യു? കമ്മീഷണർ ആരാഞ്ഞു. ഡേഞ്ചർ ഡെന്നി. പിൻസീറ്റിലിരുന്ന ഭീകര മനുഷ്യൻ വായ് പിളർത്തി ചിരിച്ചു. അടുത്ത നിമിഷം ആ ഭീകര മനുഷ്യന്റെ കരുത്താർന്ന കരങ്ങൾ ജയപ്രകാശ് ഗുപ്തയുടെ കണ്ടത്തിൽ മുറുകി. ദൂരെ എവിടെയോ മരണദൂതന്റെ ആഗമനം അറിയിച്ച് തെരുവ് നായ്ക്കൾ കൂട്ടം കൂട്ടമായി ഊരിയിട്ടു. ഇരുട്ടിന്റെ കരിമ്പടം വീണ സ്വച്ഛ നിശബ്ദ രാത്രി. എങ്ങും എവിടെയും കനത്ത ശാന്തത, ഏകാന്തത, നിശ്ചലത. ദൂരെ എമിലിയൻ സിറ്റിയിലുള്ള അവന്യൂ വില്ലേജ് ഫ്ലാറ്റിൽ രാത്രി ഏറെയായിട്ടും കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയെ കാണാഞ്ഞിട്ട് ഭാര്യ വസുന്ധര ഗുപ്തയ്ക്ക് ഉത്കണ്ഠയും ആദിയും ഏറി. 12 മണിയായിട്ടും അയാൾ എത്താതിരുന്നപ്പോൾ വസുന്ധര പോലീസ് കോൺഫറൻസ് നടന്ന ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് അന്വേഷിച്ചു. കൃത്യം 11:45 കോൺഫറൻസ് കഴിഞ്ഞ് കമ്മീഷണർ ഫ്ളാറ്റിലേക്ക് പോന്നു എന്ന മറുപടിയാണ് അവിടെ നിന്നും ലഭിച്ചത്. വസുന്ധര അക്ഷമയോടെ ഭർത്താവിന്റെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ്. വസുന്ധര ഗുപ്തയ്ക്ക് ആകെ പരവശമായി. ഫ്ളാറ്റിലാണെങ്കിൽ തനിച്ചുമായിരുന്നു അവർ. മാത്രമല്ല ജയപ്രകാശ് ഗുപ്തയും തലസ്ഥാന നഗരിയിലെ പേരുകേട്ട ബ്യൂട്ടീഷ്യനുമായ വസുന്ധരയും തമ്മിലുള്ള വിവാഹം നടന്നിട്ട് 6 മാസം തികഞ്ഞിട്ടില്ല. താഴെ ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിൽ ഓരോ വാഹനം വന്ന് നിൽക്കുമ്പോഴും അവർ 3-ാം നിലയിൽ നിന്ന് തുറന്ന ജാലകത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഭർത്താവിന്റെ വാഹനമായിരിക്കാം എന്ന പ്രതീക്ഷയിൽ. ലിവിംഗ് റൂമിലെ ഘടികാരത്തിൽ ഇപ്പോൾ രാത്രി 1:35. 11:45 കോൺഫറൻസ് ഹാൾ വിട്ട ആൾ എത്ര സ്ലോവിൽ ഡ്രൈവ് ചെയ്താലും 12:15 ഇവിടെ എത്തേണ്ടതാണ്. ഇനി യാത്രാമധ്യേ വണ്ടിക്ക് വല്ല തകരാറും സംഭവിച്ചു? അങ്ങനെയും ചിന്തിച്ചു അവർ. എങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ തന്നെ? സാധാരണയായി എന്തെങ്കിലും അത്യാവശ്യമായി വൈകിയാൽ അപ്പൊ തന്നെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുന്നതാണ് പതിവ്. ഫ്ളാറ്റിലേക്ക് പുറപ്പെടുന്ന നേരത്തും വിളിക്കും. കോൺഫറൻസ് ആരംഭിക്കും മുമ്പ് ഒന്ന് തിടുക്കത്തിൽ ഫോൺ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഇറങ്ങാൻ നേരത്തുള്ള ഫോൺ സന്ദേശം ഉണ്ടായില്ല. പുറത്ത് ഇരുട്ട് വർദ്ധിച്ചു. വസുന്ധരയ്ക്ക് ഉത്കണ്ഠയേറി. കുറെ നേരമായി
ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് ഒരൊറ്റ വാഹനം പോലും കടന്നു വന്നിട്ടുമില്ല. വസുന്ധര ഗുപ്ത ജാലകത്തിനടുത്ത് ചെന്ന് ഒരു തവണ കൂടി താഴേക്ക് നോക്കി. അടഞ്ഞ ഗേറ്റിങ്കിലിരുന്ന് വൃദ്ധനായ സെക്യൂരിറ്റി ഉറക്കം തൂങ്ങുന്നു. അവർക്ക് പരിഭ്രമമേറിയിട്ട് മുറിയിൽ ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. വസുന്ധര അത്യന്തം ഉത്കണ്ഠാഭരിതയായി ലാൻഡ് ഫോണിനരികിലേക്ക് ഓടി. റിസീവർ എടുത്ത ശേഷം ഭർത്താവിന്റെ മൊബൈൽ നമ്പർ റീഡയൽ ചെയ്യുവാൻ ഒരുമ്പെട്ടപ്പോൾ ഫോണിൽ ഡയൽ പോലുമില്ല. നാശം! വസുന്ധര ഗുപ്ത ദേഷ്യത്തിൽ റിസീവർ വെച്ചിട്ട് തന്റെ മൊബൈൽ എടുത്തു. അപ്പോൾ മൊബൈലിലും ലൈനില്ല. വസുന്ധര ഗുപ്തയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ആപത്ശങ്ക അനുഭവപ്പെട്ടു. ആരെയെങ്കിലും ഒന്ന് സഹായത്തിന് വിളിക്കണമെന്ന് വെച്ചാ തൊട്ടടുത്തുള്ള ആരുമായും യാതൊരു സമ്പർക്കവുമില്ല. അതാണ് അവിടുത്തെ രീതി. ഒരു ചുവരിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഓരോരുത്തരും അവരുടേതായ ജോലിയിൽ വ്യാപൃതരായി ജീവിക്കുന്നു. തിരക്ക് പിടിച്ച ജീവിത നേട്ടോത്രത്തിനിടയിൽ അടുത്തു കണ്ടാൽ തമ്മിലൊന്ന് മാനുഷിക പരിഗണയിൽ ചിരിക്കുവാൻ പോലും ശ്രദ്ധിക്കാറില്ല. എന്തൊരു വിചിത്ര നഗരം! വസുന്ധര മൊബൈൽ ഫോൺ സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞ് വീണ്ടും ജാലകത്തിനരികിലേക്ക് ഓടി. താഴെ ഫ്ലാറ്റ് കോമ്പൗണ്ടിൽ പഴയ അവസ്ഥ തന്നെ. പക്ഷെ ഇപ്പോൾ പുറത്തുനിന്നും നേർത്ത കാറ്റുയരുന്നുണ്ട്. മഴയ്ക്കുള്ള സാധ്യത വെളിപ്പെടുന്നു. അവർ അസ്വസ്ഥ ചിത്തയായി ജനലികളിൽ പിടിച്ച് അവിടെ തന്നെ നിന്നു. മാത്രയ്ക്കുള്ളിൽ ഫ്ളാറ്റിന് പുറത്ത് മഴ വീണു. ഗേറ്റിനരികിലിരുന്ന സെക്യൂരിറ്റി ഞെട്ടിയുണർന്ന് തന്റെ ഇരിപ്പിടവും എടുത്തുകൊണ്ട് സൈഡിലെ റൂമിലേക്ക് ഓടിക്കയറുന്നത് കണ്ടു. മഴ പൂർവാധികം ശക്തി പ്രാപിച്ചു. കാറ്റിൽ മഴത്തുള്ളികൾ ദേഹത്തേക്ക് തെറിച്ചു വീണപ്പോൾ വസുന്ധര ജാലകമടച്ച് ബെഡ്റൂമിലേക്ക് നടന്നു. ഷെൽഫിൽ നിന്നും ബൈബിൾ എടുത്തു അവർ. വസുന്ധര എന്നാണ് പേരെങ്കിലും അവർ അമേരിക്കയിലെ ഭൂരിപക്ഷത്തെയും പോലെ ക്രിസ്തുമത വിശ്വാസിയാണ്. മനസ്സിന് താങ്ങാൻ വയ്യാത്ത അസ്വസ്ഥത അനുഭവിക്കുമ്പോഴും ദുഃഖം വരുമ്പോഴും ഭയം തോന്നുമ്പോഴും ഒക്കെ ബൈബിൾ വായിക്കുന്ന ഒരു ശീലം അവർക്ക് ചെറുപ്പത്തിലേ ലഭിച്ചതാണ്. തെല്ലുനേരം ശാന്തമായി ബൈബിൾ വായിക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. 2-3 പേജുകൾ മറിച്ചപ്പോൾ അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒരയവ് വന്നു. തന്റെ ഭർത്താവ് ഉത്തരവാദിത്വമുള്ള, അതിനുപരി ധൈര്യശാലിയും ധീരനുമായ ഒരു പോലീസ് ഓഫീസറാണെന്നും അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന വഴിയിലുടനീളം കാവലായി ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ ഉണ്ടെന്നും സമാധാനിക്കുവാൻ വസുന്ധരയ്ക്ക് സാധിച്ചു. ചുവരിലെ വാൾ ക്ലോക്കിൽ 2 വട്ടം കിളി ചിലച്ചു. രാത്രി 2 മണി. വസുന്ധര ഗുപ്ത ആശ്വാസത്തോടെ കിടക്കയിലേക്ക് ചരിഞ്ഞു. ഇതേ സമയം അവരുടെ ഫ്ളാറ്റിന്റെ വാതിൽക്കൽ കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയുടെ ജീവനറ്റ ജഡം തോളിൽ കമഴ്ത്തിക്കിടത്തിയിരുന്ന ആ മനുഷ്യൻ പ്രത്യക്ഷനായി. ഡേഞ്ചർ ഡെന്നി. തോളിൽ കിടന്ന ജഡം വാതിലിന് മുന്നിലെ തറയിൽ കിടത്തിയിട്ട് അയഞ്ഞ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒട്ടേറെ താക്കോലുകളുടെ കൂട്ടമെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ അകത്ത് ബെഡ്റൂമിൽ ഉറങ്ങാൻ കാത്തുകിടക്കുന്ന വസുന്ധര പോലും അറിയാതെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു. എന്നിട്ട് ജയപ്രകാശ് ഗുപ്തയുടെ ജഡം വലിച്ച് അകത്ത് ഹാളിലേക്കിട്ട് വാതിലടച്ചു. പിന്നെ മാർജാര പാദങ്ങളോടെ വസുന്ധരയുടെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് നീങ്ങി. വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കിയതും ആ മനുഷ്യന്റെ വലിയ കണ്ണുകൾ തെല്ലുകൂടി തുറക്കപ്പെട്ടു. അത് പതുപതുത്ത മെത്തയിൽ ഓരം ചെരിഞ്ഞ് ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന മനോഹരിയായ വസുന്ധര ഗുപ്തയുടെ മേൽ പതിഞ്ഞു. റോസ് നിറത്തിലുള്ള സുതാര്യമായ നൈറ്റ് ഗൗണിനുള്ളിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന അവരുടെ അർദ്ധനഗ്നമേനി, വിടർന്ന നെറ്റിത്തടത്തിന് താഴെ ആകൃതിയൊത്ത നാസിക, അതരപുടങ്ങൾ ആരും കാണാതെ അന്തിക്കതിരവൻ ചുംബിച്ചതുപോലെ ചുവന്നിരിക്കുന്നു. ദേവലോക സുന്ദരിമാരായ ഉർവശി, രംഭ, മേനകമാരുടെ പോലും ഉടൽ ഭംഗിയും ചാരുതയും മതാലസ്തയും തോൽക്കുന്ന തരത്തിലുള്ള നയന ഭംഗിയാർന്ന ആകാര രൂപമാണ് വസുന്ധരയുടേത്. സിരകളെ ത്രസിപ്പിക്കുന്ന, കാമം ജ്വലിപ്പിക്കുന്ന അവളുടെ തളിർമേനിയിലുടനീളം ആ ഭീകര മനുഷ്യന്റെ കണ്ണുകൾ കുറുമ്പുള്ള ഉറുമ്പുകൾ എന്ന പോലെ പാഞ്ഞു നടന്നു. ക്രമേണ അയാളുടെ ബലിഷ്ഠമായ ശരീരത്താകമാനമുള്ള കട്ടിയേറിയ രോമകൂപങ്ങൾ ഓരോന്നായി എഴുന്നു തുടങ്ങി. തൊട്ടടുത്ത നിമിഷം ആ മനുഷ്യൻ മാൻപേടയ്ക്ക് മേൽ പതിയിരുന്ന് ചാടി വീഴുന്ന സിംഹത്തെ പോലെ വസുന്ധരയ്ക്ക് മുകളിലേക്ക് ചാടി വീണു. ശരീരത്തിന് മുകളിൽ ഒരു 150 കിലോ ഭാരം വന്ന് പതിച്ചതായി അനുഭവപ്പെട്ടതുകൊണ്ടാണ് വസുന്ധര ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്നപ്പോൾ ബെഡ്റൂം ലാമ്പിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവർ നടുക്കത്തോടെ കണ്ടു തന്റെ ശരീരത്തിന് മേലെ ഭീമാകാരനായ ഒരാൾ. അയാളുടെ വികൃതമായ മുഖം തന്റെ മുഖത്തിന് നേരെ താഴ്ന്നു വരുന്നു. അമ്മേ! വസുന്ധര നിലവിളിയോടെ വിറച്ചു പെടഞ്ഞുപോയി.
പക്ഷെ ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല, ഭയം കൊണ്ട്. ആ മനുഷ്യനപ്പോൾ അവളുടെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി ചീന്തി എറിഞ്ഞു. അയാൾക്കടിയിൽ കിടന്ന് അവൾ നിലവിളിക്കുകയും ചെറുക്കുകയും ചെയ്തു. എല്ലാം നിഷ്ഫലമായി. സെക്കൻഡുകൾക്കുള്ളിൽ അവൾ പരിപൂർണ വ്യവസ്ഥയാക്കപ്പെട്ടു. ആ മനുഷ്യന്റെ നിറയെ രോമാവൃതമായ നീണ്ട നഖങ്ങളുള്ള കൈകൾ തന്റെ മാറിടങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞപ്പോൾ വസുന്ധര അറപ്പിലും വെറുപ്പിലും ഭയത്തിലും ആർത്തു നിലവിളിച്ചു. അയാൾ ഇടം കൈ കൊണ്ട് അവരുടെ വായ മൂടി. വസുന്ധരയ്ക്ക് ശ്വാസം മുട്ടി. അവൾ മരണവെപ്രാളം എടുത്തു. വൈകിയില്ല. ഭീമാകാരനായ ഡേഞ്ചർ ഡെന്നിയുടെ പൈശാചികമായ കരുത്ത് വസുന്ധരയിൽ ആഴ്ന്നിറങ്ങി. തന്റെ ശരീരത്തിൽ തീ പിടിച്ച ഒരു റോക്കറ്റ് കുത്തിക്കയറിയതുപോലെ വസുന്ധര പിടഞ്ഞു. അവരുടെ സർവശക്തിയും പ്രതിഷേധവും ചോർന്നുപോയി. വസുന്ധര ഗുപ്ത മരവിച്ചു കിടന്നു, കണ്ണീരോടെ. പുറത്ത് ഇടിയും മഴയും ചേർന്നുള്ള സംഹാര താണ്ഡവം. അവർ അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് പ്രഭാതം. രാത്രി മഴയിൽ നനഞ്ഞു കുതിർന്ന വാഷിംഗ്ടൺ നഗരത്തിലേക്ക് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത തീക്കാറ്റായി പറന്നു ചെന്നു. എമിലിയൻ സിറ്റിയിലെ ഫ്ളാറ്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്തയും പത്നി വസുന്ധര ഗുപ്തയും മൃഗീയമായി കൊല്ലപ്പെട്ടു. മരണത്തിന്റെ വിഷാദം ചൂടിയ മ്ലാനമായ വാഷിംഗ്ടൺ നഗരം. സമയം കൃത്യം രാവിലെ 8:30. നഗരത്തിന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള എമിലിയൻ സിറ്റിയിലെ അവന്യൂ വില്ലേജ് ഫ്ളാറ്റിന് ചുറ്റും തിങ്ങിക്കൂടിയ വൻ ജനാവലി. മുകളിൽ രക്തക്കൊതിയന്മാരായ കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്നു. അവയുടെ ചിറകടി ശബ്ദവും വിശപ്പിന്റെ നിലവിളിയും ഒഴിവാക്കിയാൽ അവിടെങ്ങും പരിപൂർണ നിശബ്ദത. മരണം നടന്നിടത്ത് ജനിപ്പിക്കുന്ന വെറുപ്പുളവാക്കുന്ന കനത്ത ശാന്തത. ഫ്ളാറ്റിന്റെ വിശാലമായ കോമ്പൗണ്ട് നിറയെ പോലീസിന്റെയും പട്ടാളക്കാരുടെയും വാഹനങ്ങളാണ്. പുലർച്ചയ്ക്ക് 6 മണിയോടെ ന്യൂയോർക്ക് ടൈംസ് പ്രഭാത പത്രവുമായി എത്തിയ മറാത്തി പയ്യനാണ് ഹാളിൽ പോലീസ് കമ്മീഷണർ ജയപ്രകാശ് ഗുപ്ത രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് ആദ്യമായി കണ്ടത്. നടക്കുന്ന ആ കാഴ്ച കണ്ട് അലറിക്കരഞ്ഞ പയ്യന്റെ നിലവിളി കേട്ടിട്ടാണ് ചുറ്റിനുമുള്ള താമസക്കാർ ഓടിക്കൂടിയത്. അവരാണ് ബെഡ്റൂമിനുള്ളിൽ പരിപൂർണ നഗ്നയായി ശരീരം ഒട്ടുക്കുമുള്ള മുറിപ്പാടുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകി ചലനമറ്റു കിടക്കുന്ന വസുന്ധര ഗുപ്തയെ കൂടി കാണുന്നത്. ഏതോ ഒരു ഹിംസ്രമൃഗത്തിന്റെ ക്രൂരമായ ആക്രമണമേറ്റിട്ടുള്ളതുപോലെ വസുന്ധര ഗുപ്തയുടെ ദേഹം ഒട്ടുക്കും ചർമ്മം പൊളിഞ്ഞ് വികൃതമായിരുന്നു. ഇടത്തെ മാറിടം പാതിയോളം വേർപെട്ട അവസ്ഥയിലും അടിവയറിന് താഴെ ശക്തമായ പൊള്ളലേറ്റതുപോലെ വട്ടത്തിൽ ചീർത്തും കാണപ്പെട്ടു. ഭീമത്സവും ഭീതിതവുമായ ഈ അസഹനീയമായ കാഴ്ച കണ്ട് സ്ത്രീകൾ നിലവിളിച്ചു. ഒട്ടുചിലർ ബോധരഹിതരായി. ഇതിനിടെ ആരോ പോലീസിൽ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞ് ആദ്യം സ്ഥലത്തെത്തിയത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സെൻകുമാർ റാണ ആയിരുന്നു. തികച്ചും ഹൃദയഭേദകമായ ആ കാഴ്ച സെൻകുമാർ റാണയെ വല്ലാതെ നടുക്കുകയും തളർത്തുകയും ചെയ്തു. പക്ഷെ മാത്രയ്ക്കുള്ളിൽ മനസാന്നിധ്യം വീണ്ടെടുത്ത റാണ അപ്പൊ തന്നെ 2 ജനങ്ങൾക്കരികിലും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഫ്ളാറ്റിൽ നിന്ന് ഒരാളോടും ശവശരീരങ്ങൾ അവിടെ നിന്നും മാറ്റിവരെ പുറത്തേക്ക് പോരുതെന്നും ഒരാൾക്കും അതുവരെ അകത്ത് പ്രവേശിക്കാനാവില്ലെന്നും താമസക്കാർക്ക് കർശന നിർദ്ദേശം നൽകി. അതിനുള്ള മുൻകരുതലുകളും കമ്മീഷണർ യഥാവിധം നടപ്പിലാക്കി. പിന്നീട് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കമ്മീഷണറുടെയും പത്നിയുടെയും മർഡർ വിവരം അറിയിച്ച് അടിയന്തര സന്ദേശം എത്തിച്ചു. ആ നിമിഷം തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും എല്ലാ പോലീസ് ഇതര സേനാ വിഭാഗങ്ങളിലേക്കും ഗവൺമെന്റിലേക്കും സന്ദേശം ഇടതടവില്ലാതെ പാഞ്ഞു. മാത്രയ്ക്കുള്ളിൽ തലസ്ഥാന നഗരത്തിലെ സകല സേനാ വിഭാഗങ്ങളും ജാഗരൂകരായി. പോലീസ് വാഹനങ്ങൾ നിരത്തിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. സമയം കൃത്യം 8:45. ജേർണലിസ്റ്റ് നീരജ തമ്പി ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ബാത്റൂമിൽ ഷവറിന് കീഴെ നനഞ്ഞൊലിച്ചു നിൽക്കുമ്പോഴാണ് ഹാളിൽ ലാൻഡ് ഫോണ് നിർത്താതെ ബെല്ലടിച്ചു തുടങ്ങിയത്. അവൾ പെട്ടെന്ന് ഷവർ ഓഫ് ചെയ്ത് വാതിൽ തുറന്ന് ഫോണിനരികിലേക്ക് ഓടി. സബ് എഡിറ്റർ ജോൺ മാത്യു ആയിരുന്നു ലൈനിൽ. നീരജ, വളരെ മോശമായ ഒരു വാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ജോൺ മാത്യുവിന്റെ സ്വരം വല്ലാതെ തളർന്നിരുന്നു. എന്താ എന്താ സർ? നീരജ ഉത്കണ്ഠയോടെ തിരക്കി. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ പോലീസ് കമ്മീഷണർ ജയപ്രകാശ് സാറും വൈഫും ഫ്ളാറ്റിൽ വെച്ച് കൊല്ലപ്പെട്ടു. മൈ ഗോഡ്! നീരജ വിറച്ചുപോയി ആ വാർത്ത അറിഞ്ഞിട്ട്. എങ്ങനെ എങ്ങനെയാ സർ ജയപ്രകാശ് സാറും വസുന്ധര മേഡവും കൊല്ലപ്പെട്ടത്? നടുക്കം വിട്ടകന്നപ്പോൾ നീരജ ഉദ്യോഗഭരിതയായി.
ഡീറ്റെയിൽ ആയൊന്നും അറിയില്ല നീരജ. ഞാനിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോൺ മാത്യു വെളിപ്പെടുത്തി. എങ്കിൽ ശരി സർ, ഞാനും ഉടൻ തന്നെ അവനിയിലേക്ക് വരുന്നു. അവൾ തിടുക്കത്തിൽ പെട്ടെന്ന് ഫോൺ വെക്കുവാൻ ഭാവിച്ചു. നീരജ, പെട്ടെന്നായിരുന്നു സബ് എഡിറ്ററുടെ തെല്ലു ഗൗരവത്തിലുള്ള വിളി. എന്താ സർ? താൻ അങ്ങോട്ട് വരണ്ടടോ. അതെ, അതാ നല്ലത്. കാരണം? നീരജയുടെ മുഖം അമ്പരപ്പിൽ ചുളിഞ്ഞു. നീരജയ്ക്ക് അറിയാലോ, റോസ് വ്യൂ ആർക്കേഡിന് മുന്നിൽ ഭീകര മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട ദിവസം തുടങ്ങിയതാ നമ്മുടെ വാഷിംഗ്ടണിലെ അസാധാരണമായ സംഭവങ്ങൾ. ഇതുവരെ ദിവസങ്ങൾക്കുള്ളിൽ മരണമടഞ്ഞവർ നമ്മുടെ മോപ്പാസാങ് സാർ ഉൾപ്പെടെ 10 പേർ. ചിന്തിച്ചു നോക്കിയാലോ, 10 പേരുടെയും മരണത്തിന് മുന്നിൽ വല്ലാത്തൊരു നിഗൂഢതയുള്ളതുപോലൊരു തോന്നൽ. ജയപ്രകാശ് സാറിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കേ. ഇന്ന് അദ്ദേഹം റോസ് വ്യൂ ആർക്കേഡിന് മുന്നിൽ നിന്ന് കേസ് അന്വേഷണം തുടങ്ങാനിരുന്നതാ. ബട്ട് ഹീസ് നോ മോർ. ഇയർപീസിൽ സബ് എഡിറ്റർ ജോൺ മാത്യുവിന്റെ ശബ്ദം വളരെ താഴ്ന്നു കേട്ടു നീരജ. മറുത്തൊന്നും പറഞ്ഞില്ല അവൾ. ജോൺ മാത്യുവിന് തനിക്ക് എന്തെങ്കിലും അപകടം പിടയുമോ എന്ന കടുത്ത ആപത്ശങ്കയുണ്ടായി നീരജയ്ക്ക് വ്യക്തമായി. അതിന്റെ കരുതലും സ്നേഹവുമാണ് ഫോണിലൂടെ വെളിവാകുന്നത്. നീരജ. മറുതലക്കിൽ ശബ്ദം ഒന്നും കേൾക്കാഞ്ഞപ്പോൾ ജോൺ മാത്യു നീട്ടി വിളിച്ചു. യെസ് സർ. നീരജ ചുണ്ടുകൾ അനക്കി. ഞാൻ പറഞ്ഞതിന്റെ ശരിയായ പൊരുൾ തനിക്ക് മനസ്സിലായോ? ഉവ് സർ. എന്തുവ്? മോപ്പാസാങ് സാറിനെ കണക്ക് ഞാനും അജ്ഞാത അക്രമികളുടെ കൈകളാൽ കൊല്ലപ്പെടുമെന്ന് സാർ വല്ലാതെ ഭയപ്പെടുന്നു. യു ആർ കറക്റ്റ് നീരജ, സത്യം അത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഭയമില്ല സർ, പകരം മനസ്സ് നിറയെ ഒരുതരം വാശിയാണ്. നീരജയുടെ ശബ്ദം ദൃഢതരമായിരുന്നു. എന്ത് എന്ത് വാശി? ജോൺ മാത്യുവിന് ദേഷ്യം വന്നു. ആ മനുഷ്യനെ കണ്ടെത്തണമെന്ന വാശി. ഏത് മനുഷ്യനെ കണ്ടെത്തണമെന്നാണ് താനീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോ നടന്ന 10 കൊലപാതകങ്ങളുടെയും പിന്നിൽ അയാളാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. മോപ്പാസാങ് സാറിന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് സ്നേഹോപഹരമായി റീത്ത് സമ്മാനിച്ച ഡേഞ്ചർ ഡെന്നി. നീരജ തമ്പിയുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണിൽ അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ ചിതറി. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം നീരജ എന്തോ ആലോചിച്ച് ഫോണിനടുത്ത് തന്നെ നിന്നു. പിന്നെ ശക്തമായ തീരുമാനത്തോടെ തിടുക്കത്തിൽ ബാത്റൂമിലേക്ക് ഓടി. നിമിഷം കൊണ്ട് കുളിച്ച് ഡ്രസ്സ് മാറി. ഷോൾഡർ ബാഗിൽ ചെറിയ അത്യാധുനിക ഡിജിറ്റൽ വീഡിയോ ക്യാമറ വെച്ച് അടച്ചു. മൊബൈൽ ഫോണുകളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ ലോക്ക് ചെയ്ത് അവൾ ലിഫ്റ്റിന് സമീപത്തേക്ക് ഓടി. ലിഫ്റ്റിൽ താഴെ എത്തുമ്പോൾ ഫ്ലാറ്റ് റിസപ്ഷനിസ്റ്റ് നീരജയ്ക്ക് ഒരു കവർ നൽകി. ഇത് മാഡത്തെ ഏൽപ്പിക്കുവാൻ പറഞ്ഞ് കുറച്ചു മുമ്പ് ഒരാൾ വന്ന് തന്നിട്ട് പോയതാണ്. ആരാണെന്ന് ചോദിച്ചുവെങ്കിലും പറഞ്ഞില്ല. കവറിലും ഫ്രം അഡ്രസ് ഇല്ല മാഡം. കണ്ണാടി മേശയിലേക്ക് തന്റെ ഭാരമേറിയ തടിച്ചു തൂങ്ങിയ മാറിടങ്ങൾ താങ്ങിയിരിക്കുകയായിരുന്ന റിസപ്ഷനിസ്റ്റ് മന്ദഹാസത്തോടെ എണീറ്റു. താങ്ക്സ്. നീരജ നന്ദി സ്ഫുരിക്കുന്ന ഒരു ചെറുപുഞ്ചിരിയോടെ കവർ വാങ്ങി ബാഗിലടച്ചു. തന്റെ കാറിനരികിലേക്ക് സ്പീഡിൽ നടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രസ് സ്റ്റിക്കർ പതിച്ച നീരജയുടെ കാർ സ്റ്റാർട്ടാക്കി പുറത്തേക്ക് പാഞ്ഞു. പോക്കറ്റ് റോഡിൽ നിന്നും പ്രധാന നിരത്തിലെത്തിയതും അവൾ കണ്ടു, വഴിയിലുടനീളം പട്ടാളത്തിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നു. നഗരത്തിൽ സകല സേനാ വിഭാഗങ്ങളും പരിപൂർണ ജാഗ്രതയിൽ സജ്ജമായ ലക്ഷണമുണ്ട്. നീരജ ആക്സിലേറ്റർ ഞെരിച്ചു. കാർ വീതിയിലൂടെ അസ്ത്രം കണക്കെ പാഞ്ഞു. എമിലിയൻ സിറ്റിയിലെത്താൻ ഏകദേശം 1 കിലോമീറ്റർ ദൂരം കൂടി ബാക്കിയുള്ളപ്പോൾ നീരജ റിസപ്ഷനിസ്റ്റ് നൽകിയ കവറിനെ കുറിച്ച് ചിന്തിച്ചു. ഫ്രം അഡ്രസ് ഇല്ലാതെ തനിക്ക് മുമ്പും പലരും കത്തയക്കുകയും ചില സാധനങ്ങൾ ഫ്ളാറ്റിനുള്ളിൽ വരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മിക്കവാറും ഗവൺമെന്റ് തലത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളോ മുമ്പ് നടന്ന ഏതെങ്കിലും മർഡർ കേസുകളുടെ അന്വേഷണത്തിൽ വേണ്ടപ്പെട്ടവർക്കോ താല്പര്യമുള്ളവർക്കോ ഉണ്ടായിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ അതൃപ്തിയോ ഒക്കെ രേഖപ്പെടുത്തുന്നവായിരുന്നു. ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ചിലതിൽ കണ്ടെത്തുകയും ചെയ്തു. ആ കണ്ടെത്തൽ ചിലർക്ക് വിനയായി, ചിലർക്ക് ഗുണകരമായി. ഒരു വിഭാഗം തനിക്ക് ഫോണിൽ കൂടിയും ഇമെയിൽ സന്ദേശങ്ങളിലൂടെയും ഒക്കെയായി ഭീഷണിയും നൽകിയപ്പോ അമേരിക്കയിലെ ഭൂരിപക്ഷം തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ പ്രോത്സാഹനമാണ് പത്രപ്രവർത്തനത്തിൽ കൂടുതൽ സജീവമാകാനും മാതാപിതാക്കൾ വിദേശ രാഷ്ട്രത്തിലേക്ക് പോയിട്ടും തന്നെ ന്യൂയോർക്ക് ടൈംസിൽ കുറെ നാളുകൾ കൂടി തങ്ങാനും നിർബന്ധിതയായത്. ഉള്ളിൽ ഇത്തരത്തിലുള്ള
നാനാവിധ ചിന്തകൾ മുറുകിയപ്പോ നീരജ കവർ തുറന്ന് നോക്കിയിട്ടേ യാത്രയുള്ളൂ എന്ന് തന്നെ തീരുമാനിച്ചു. അവർ വഴിയോരത്ത് കാറൊതുക്കി. ബാഗിനുള്ളിൽ നിന്ന് ജിജ്ഞാസ കലർന്ന മുഖഭാവത്തോടെ തിടുക്കത്തിൽ കവർ എടുത്ത് പൊട്ടിച്ചു. ഉള്ളിൽ ഭംഗിയായി 4 മടക്കി വെച്ചിരുന്ന കടലാസ് കഷ്ണമെടുത്ത് നിവർത്തി. ജേർണലിസ്റ്റ് നീരജ തമ്പിക്ക്. ഞാൻ മനുഷ്യനല്ല, മരണമാണ്. മരണത്തെ ജയിക്കുവാൻ ഭൂമിയിൽ ആരെ കൊണ്ട് സാധ്യമല്ല. ഇവിടെ ഈ അമേരിക്കയിൽ ഒരുപാട് കബന്ധങ്ങൾ വീഴ്ത്തുവാൻ ചെകുത്താന്റെ ജന്മമെടുത്ത് വന്നവനാണ് ഞാൻ. ഇനി എന്തും ഇവിടെ മുണരുന്നതും ഉറങ്ങുന്നതും ഞെട്ടിത്തരിപ്പിക്കുന്ന മരണവാർത്തകളോടെ ആയിരിക്കും. സുന്ദരികളായ നിന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകളുടെ കണ്ണീർ പുഴയൊഴുകും. ഇവിടുത്തെ തെരുവീതികളോടെ ആയിരങ്ങളുടെ ശിരസുകൾ നഗരത്തിൽ ചിതറിക്കിടക്കും. കോടിക്കണക്കിന് അണുക്കളെ കൊണ്ട് ഞാൻ ഈ രാജ്യം തകർക്കും. ദയവായി നീ ഇനി നിന്റെ ക്യാമറ കണ്ണുകളുമായി ഈ പിശാചിന്റെ പിന്നാലെ വരാതിരിക്കുക. ഡേഞ്ചർ ഡെന്നി. വെളുത്ത കടലാസിൽ രക്തം കൊണ്ട് എഴുതിയ ആ സന്ദേശം വായിച്ചതും നീരജ തമ്പിയുടെ ശരീരത്തിൽ ഒരു കുളിര് വീണു. ആ നിമിഷം അവൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആപത്ശങ്ക അനുഭവപ്പെട്ടു. 6-ാം ഇന്ദ്രിയത്തിൽ അതീന്ദ്രജ്ഞാനം പോലെ. പെട്ടെന്ന് കാറിന്റെ ബോണറ്റിൽ നിന്നും എന്തോ ഒരു വസ്തു കത്തിയെരിയുന്നതിന്റെ രൂക്ഷഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറുവാനും തുടങ്ങി. ഒട്ടും സമയം പാഴാക്കിയില്ല നീരജ തമ്പി. അവർ ആ കത്തും ബാഗും എടുത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് കുതിച്ചു. ഭൂം! പിന്നിൽ അതിഭയങ്കരമായ ഒരു സ്ഫോടനത്തോടെ ആകാശത്തോളം അഗ്നി ഉയരുന്നതും തന്റെ കാർ 100 കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുന്നതും അവൾ മിന്നായം പോലെ ഒന്ന് കണ്ടു. ആ സെക്കൻഡിൽ കാറിൽ നിന്നും പൊട്ടിത്തെറിച്ച വലതുവശം മുൻഡോർ അവളുടെ പിൻശിരസിന് മീതെ ഊക്കോടെ വന്ന് പതിച്ചു. അമ്മേ! നീരജ ആർത്തനാദത്തോടെ നിലംപൊത്തി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.